7.62 mm 6 ബാരൽ കാലിബറുള്ള സാധനമായിരിക്കുന്ന US Army 6086. ഇത് ഒരൊറ്റ വെടി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 14-15 കിലോമീറ്റർ അപ്പുറത്തോയ സാധനം വീഴുന്ന കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ 14 കിലോമീറ്റർ ഈ ചെറിയതിൽ നിന്ന് വീഴുമെങ്കിൽ ഈ കിടക്കുന്നതിൻ്റെ ബാരലിൻ്റെ നീളമൊക്കെ ഇത് എത്ര ദൂരമായിരിക്കും ഇത് പോകുന്നത്, എന്ത് വലിയതാണെന്ന് നോക്കിയത്. അപ്പോൾ ഇത് റബ്ബറാണല്ലേ, ഒരു ഹെവി മെറ്റീരിയൽ. മതി. How much you need? This is enough for you. See? This is enough, okay? This is enough. You told me 200. What? What? Only one place. Okay. Don't cheat anyone like this, okay? Bye. പണി കിട്ടി നമ്മളെ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് വിയറ്റ്നാമിലെ വാർ റെമനൻസ് മ്യൂസിയം. അതായത് ഇവിടുത്തെ വാർ മ്യൂസിയം എന്നറിയപ്പെടുന്ന ഹോച്ചിമിൻ സിറ്റിയിലെ മ്യൂസിയം. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താ പ്രത്യേകത അറിയാമോ? എൻ്റെ ബാഗിൽ ഇരിക്കുന്ന സാധനം എന്താ? പണ്ട് വിയറ്റ്നാമീസും അമേരിക്കൻസും തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് അമേരിക്കയിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളും ഫൈറ്റർ ജെറ്റുകളൊക്കെയാണ് ഇവിടെ US എയർഫോഴ്സിൻ്റെ വിമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ മോനെ, ഇത് വന്ന് കാണേണ്ട കാഴ്ച തന്നെ കേട്ടാ. കിടക്കുന്ന സാധനം കണ്ട, പക്ഷേ പൊടി പിടിച്ച് കിടക്കുന്നത്. വെടക്കൊരു ഹെലികോപ്റ്റർ. എൻ്റെ അമ്മ, ഇതിനകത്തിരുന്നാണ് അവർ അന്നത്തെ കാലത്ത് യുദ്ധം ചെയ്തത്. 6 ബാരൽ 7.62 mm 6 ബാരൽ കാലിബറുള്ള സാധനമായിരിക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക് എന്തുവന്ന്? ഇതിലെ പട്ട കറങ്ങി ഫയർ ചെയ്യുന്ന സാധനമാണ് 6 ബാരൽ. 6 ബാരൽ എന്ന് ഉദ്ദേശിക്കുന്നത് 1, 2, 3, 4, 5, 6 ഈ 6 സാധനം ഉള്ളതാണ് 6 ബാരൽ എന്ന് പറയുന്നത്. ഇതിനകത്തൊരെണ്ണം വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്, ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഈ സാധനമാണ് മിസൈൽ. അയ്യോ, റോക്കറ്റ് ലാൻച്ചർ എന്നാണ് ഈ ഇതിനെ പറയുന്നത്. അപ്പം ഈ ഹെലികോപ്റ്ററിൻ്റെ ഒരു സംഭവം തന്നെ കേട്ടോ. എന്തൊക്കെയോ ബാഡ്ജിങ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഡേഞ്ചർ എയർബോൺ. ഓക്കെ, 15753. ഇത്രയും വലിയ അമേരിക്കൻ ശക്തിയോട് പൊരുതി അവർ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെ കേട്ടോ. അന്നത്തെ ഗറില്ല യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഹോച്ചിമിൻ സിറ്റിയിൽ നമ്മുടെ ക്യൂച്ചി ടണലിൽ പോയാൽ അറിയാൻ പറ്റും. പക്ഷേ ഞാൻ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, പകരം ഇവിടെ വരാമെന്ന് കരുതി. അവിടെ ടണൽ ഭയങ്കര ഫേമസ് ആണ്, ഒരുപാട് വീഡിയോസ് ഒരുപാട് പേര് ചെയ്തതാണ്. ഇവിടുത്തെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും. ഇതിൻ്റെ ഡോറൊക്കെ നോക്കേ. ഈ സാധനം ഇങ്ങോട്ട് തുറന്ന് ഇങ്ങനെ അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് നീക്കി അകത്തോട്ട് കയറണം. അതിൻ്റെ ബാക്കിൽ ബുള്ളറ്റിൻ്റെ ഷെല്ലിടുന്ന സാധനമാണ് കാണുന്നത്, നിങ്ങളാണ് കാണുന്നത്. കിടിലം തന്നെ കേട്ടോ, കിടിലം തന്നെ. എന്തായാലും ഒന്ന് തൊടാൻ പറ്റിയല്ലോ ഒരു 6 ബാരൽ ഗണ്ണിൻ്റെ. 1969 ഇതിനെ പിടിച്ചിടുന്നത്. വലിയ സമയമൊന്നുമല്ല, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനൊക്കെ ശേഷം നടന്ന യുദ്ധത്തിൽ നടന്ന സംഭവങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഈ വിയറ്റ്നാം അമേരിക്കൻ യുദ്ധം വാർ നടന്നതല്ല 1965 കാലഘട്ടത്തിന് ശേഷമാണ്. ഒരു 65 ശേഷം, അതെ 65 ശേഷമാണ് ഈ യുദ്ധങ്ങളൊക്കെ നടന്നത്. ഇവിടെ മാത്രമല്ല, നല്ല അവിടുത്തെ പഴയ വില്ലീസ് ജീപ്പ് ഇരിക്കുന്നുണ്ടാ, അടിപൊളിയല്ലേ. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വന്നാൽ കാണാൻ പറ്റുമല്ലോ ഈ സാധനമൊക്കെ. ആർമി ജീപ്പ്. ഇതിൻ്റെയൊക്കെ സ്മരണാർത്ഥമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഇറങ്ങിയേക്കുന്ന നമ്മുടെ നാട്ടിൽ ജീപ്പും താറും ഒക്കെ ഇറങ്ങിയേക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു മോഡലിലാണ് ആർമി. പിന്നെ അന്നത്തെ കാലത്ത് വേറൊരു സാധനം ഇറക്കിയതാണ് നമ്മുടെ പഴയ ലാൻഡ് ക്രൂയിസറിൻ്റെ ഒറിജിനൽ ലാൻഡ് ക്രൂയിസറില്ലേ, പഴയ ലാൻഡ് ക്രൂയിസർ, ആർമി ഗ്രേഡ് ലാൻഡ് ക്രൂയിസർ. അയ്യോ, അതിപ്പോഴും ഈ നാട്ടിൽ ഓടുന്നുണ്ട് കേട്ടോ റോഡിൽ കൂടെ. പിന്നെ വേറൊരു സാധനം കിടക്കുന്നു, ഒരു കൊച്ചു ഒരു പ്ലെയിൻ കിടക്കുന്നു. എന്ത് സംഭവം നോക്കാം, അത് ഷീറ്റ് അടിച്ചിരിക്കുന്നു, പൊട്ടിയൊക്കെ ഇരിക്കുന്നു ഇവിടെ. US എയർഫോഴ്സ് ഡേഞ്ചർ. എന്ത് സംഭവം നോക്കിയിട്ട് വരാം. ഇതിൻ്റെയൊക്കെ ഒരു ലുക്ക് കണ്ട അടിപൊളി അല്ലേ, നൈസ്. അകത്തോട്ട് കയറാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. കാണാൻ പറ്റുന്നുണ്ടോ? അകത്തെന്തെങ്കിലും പറ്റത്തില്ലായിരിക്കും. പൂട്ടൊക്കെ ഇട്ട് പൂട്ടി വെച്ചേക്കുന്ന. പിന്നെ ദാണ്ട് അടുത്ത് കിടക്കുന്ന ബെടക്ക് സാധനം. അയ്യോ, ദാണ്ട് വീണ്ടും അടുത്ത മിസൈൽ ലോഞ്ചർ. മൊത്തത്തിൽ പോകും കേട്ടോ. ഇത് മിസൈൽ ലോഞ്ചറാണ്. ഇത് ഭും എന്നും പറഞ്ഞ് ഇതിനകത്ത് നിന്ന് പൊക്കൊണ്ടേയിരിക്കും. ഫൈറ്റർ ജെറ്റ് US എയർഫോഴ്സിൻ്റെ ഫൈറ്റർ ജെറ്റുകളൊക്കെ അവന്മാർ US എയർഫോഴ്സിൻ്റെ ഫൈറ്റർ ജെറ്റൊക്കെ പിടിച്ചിട്ടേക്കുന്നത്. ഇതെങ്ങനെയുണ്ടോ നമുക്ക് ഫ്രണ്ടിൽ കൂടെ നോക്കാം. ഓക്കെ, ഇതിൻ്റെ വലിപ്പം കണ്ട. എവിടുന്ന് ഇവിടം വരെ ഉണ്ടെന്ന് നോക്കിയാൽ ഞാനൊക്കെ നിന്ന് ഇവിടം വരെ ഉള്ളൂ. എവിടം വരെ ഉണ്ടെന്ന് നോക്കിയ സാധനം. അതിൻ്റെ പ്രൊപ്പല്ലർ ഫാൻ. അയ്യോ, എന്താണിത്? ഇതായിരിക്കുന്നത് അടുത്ത ലോഞ്ചർ. ഇതിൻ്റെ അകത്തൊന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു കേട്ടോ. ഇതാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നെങ്കിൽ നോക്കിയോ.
8 റോക്കറ്റ് ലാഞ്ചേഴ്സ്. എൻ്റെ അമ്മച്ചി, ഇതിനകത്ത് 8 റോക്കറ്റ് ലാഞ്ചേഴ്സ് ഉണ്ട്, 8 എണ്ണം. മറ്റേ ഇതിൽ കണ്ടതിലൊക്കെ 2 എണ്ണാണ്ടേ ഉള്ളൂ, 2 റോക്കറ്റ് ലാഞ്ചേഴ്സേ ഉള്ളൂ. അതെ 2 റോക്കറ്റ് ലാഞ്ചേഴ്സ്. പക്ഷേ ഇതിൻ്റെ അകത്ത് 8 എണ്ണം ഉണ്ട് കേട്ടോ, 8 എണ്ണം. പിന്നെ ഇത് ഫൈറ്റർ ജെറ്റാണ്, ഇത് ഹെലികോപ്റ്ററാണ്. ഓക്കെ, നമുക്ക് അടുത്തത് കണ്ടിട്ട് വരാം. എന്തായാലും ഇവിടെ വന്നത് വേർത്താണ് കേട്ടോ, ഇവിടെ വന്ന് കാണാൻ പറ്റില്ല ഈ സാധനങ്ങളൊക്കെ. ഇതാണ് എൻട്രി എക്സിറ്റ്, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2, ഇതിലേക്കൂടെയാണ് കയറുന്ന ആൾക്കാർ. ഓക്കെ, US എയർഫോഴ്സ്. ബാക്കിലെ ലൈറ്റ് ഉണ്ട്, അതായിരിക്കുന്നത് മിസൈൽസ്. എൻ്റെ അമ്മ, ഇളകണം വീണ് കഴിഞ്ഞാൽ അവിടെ വെളിയിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലെന്തെങ്കിലും നാശനഷ്ടം പറ്റിയാൽ നമ്മൾ പേ ചെയ്യണമെന്ന്. ഇപ്പോൾ അമേരിക്കയ്ക്ക് പോലും ഇതൊന്നും പേ ചെയ്താൽ പറ്റത്തില്ല. ഇപ്പം നമ്മളാരെയൊക്കെ അതാണ്ട് മോനെ, അതാണ്ടിരിക്കുന്നത്. ഇതിനകത്തൂടെയാണ് ഇത് മെഷീൻ, ഇതാണ് എടുത്തോ, എന്താണ് പറയുന്നത്, ഇതിൽ കൂടെ ബുള്ളറ്റ് പോകും കേട്ടോ. ബും ബും ബും. താണ്ട് മിസൈൽ ലോഞ്ചർ. 1 2 3 4 5 6 എത്രയത്, 3 3 6 7. ഈ സാധനത്തിനകത്തൂടെ ഇങ്ങനെ വന്ന് തുമ്പത്ത് ഇങ്ങനെ നിന്നിട്ട് ബും എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്ക. നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും നേരിട്ട് ഒരു ഫൈറ്റർ ജെറ്റ് അടുത്ത് കാണാൻ പറ്റിയതിൽ അപ്പോൾ ഞാൻ അഭിമാനിക്കുന്നു. നേരിട്ടൊരു ഫൈറ്റർ ജെറ്റ് അടുത്ത് കാണാൻ പറ്റിയതിൽ. എന്താണ് തന്നെ ബാക്കിൽ വലിയ 2 തുരങ്കം. അയ്യോ വീണനെ, നമുക്കൊരു മണ്ണിടിക്കാം. ഭയങ്കര ശബ്ദം കേട്ടോ, എല്ലാവരും നോക്കും. ഇത് കണ്ട മോനെ, ഞാൻ വൈഡ് ലെൻസ് അല്ല ഇട്ടേക്കുന്നത്, അതുകൊണ്ട് എത്ര വൈഡായിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നോക്കേ, US ആർമി 6086. എന്ത് വലിയതാന്ന് നോക്കിയത്. ഇതിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ലീഫ് നോക്കിയാൽ എൻ്റെ അമ്മ, അയ്യോ. US ആർമി ഇവിടെ ഇതിലേക്കൂടാണ് കേട്ടോ കയറുന്നത്. സ്റ്റെപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. സ്റ്റെപ്പ് താണ്ടേ, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2. ഇതിങ്ങനെ ചവിട്ടി ഇതിൽ കൂടെ കയറി. എൻ്റെ വിൻഡോസ് ഉണ്ടോ, കട്ട് ഹിയർ ഫോർ എമർജൻസി റെസ്ക്യൂ. അത് എമർജൻസി അവിടെ കട്ട് ചെയ്ത് ഇറങ്ങി വരാൻ പറ്റുന്ന സംഭവം. ഓക്കെ, എന്ത് വലുതാന്നൊക്കെ. അയ്യോ, എത്ര പട്ടാളക്കാർ, എത്ര ആർമി പട്ടാളക്കാരിൽ നിന്ന് യുദ്ധം ചെയ്തിട്ടുള്ള സ്ഥലമാണ്, എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടുള്ള സ്ഥലമാണ് അതറിയാം നിങ്ങൾക്ക്. അതായത് ഇവിടുത്തെ ചരിത്രപ്രകാരം ഏകദേശം 45,000-ഓളം സാധാരണ ജനങ്ങളും പട്ടാളക്കാരും സ്ത്രീകൾ ഉൾപ്പെടെ 45,000-ത്തിലധികം പേര് ഒഫീഷ്യൽ കണക്കനുസരിച്ച് മരിച്ചിട്ടുണ്ട്. അത് ഇവർ പറയുന്നത് 40,000 അല്ലെന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, 10 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു, അവരുടെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു. 10 ലക്ഷത്തിലധികം. പിന്നെ അതിൽ എത്ര പേര് മരിച്ചുപോയി കാണാം. ഈ യുദ്ധത്തിൻ്റെ ടൈമിൽ സഡൻ അറ്റ് ദ ടൈമിൽ കൊല്ലപ്പെട്ടവരാണ് ഈ 40,000. അപ്പോൾ ഈ 10 ലക്ഷം പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴേ, ഈ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അവർ എത്ര കാലം ജീവിച്ച് കാണും, നമുക്ക് ചിന്തിക്കാമെന്നല്ലേ ഉള്ളൂ. ഇതിൻ്റെ വിശേഷങ്ങൾ എന്താ, നമുക്ക് അതിൻ്റെ അകത്തെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. അതെല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്താ ഡീറ്റെയിൽസ്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 298 km/h. ഓക്കെ, ലെങ്ത് 23,000 കിലോ. അപ്പോൾ ഇതേ 1965 ഇവിടെ വന്ന് ലാൻഡ് ചെയ്തതാണ്. നമ്മളിവിടുത്തെ വിയറ്റ്നാം ആർമി വെടിവെച്ചിട്ടാണോ ഇനി യുദ്ധം കഴിഞ്ഞപ്പോൾ US ആർമി ഉപേക്ഷിച്ച് പോയതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും വേറൊരു ടാങ്കർ കിടപ്പുണ്ട് ഇവിടെ. എൻ്റെ അമ്മ, ഇതൊക്കെ ഈ US അവന്മാർ എങ്ങനെ ഇവിടെ കൊണ്ടുവന്നുള്ളതാണ്. നോക്കേ, ടാങ്കർ കണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടാങ്കർ കാണുന്നത്. ഇത് റബ്ബറാണല്ലേ, ഒരു ഹെവി മെറ്റീരിയൽ റബ്ബറാണ് ഈ കാണുന്നത്, അതിൻ്റെ ചെയിൻ. ഓക്കെ, ടാങ്കർ US ആർമി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടാങ്കർ ഇങ്ങനെ അടുത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ദാ കിടക്കുന്ന അടുത്ത്, അതിൻ്റെ മേളിലിരിക്കുന്നുണ്ടോ പെരിയമ്മ. പെരിയമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സിനിമ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് 23 ടണ്ണുള്ള 76 mm ഗണ്ണ്, 4500 മീറ്റർ, 65 ബുള്ളറ്റ് പെർ മിനിറ്റ്. അന്നത്തെ കാലത്ത്, അതായത് 1919 സംഭവമാണിത്. 1919 ഒന്നാണോ? അല്ലല്ല, 1965. അന്നത്തെ സമയത്തുള്ള ബുള്ളറ്റിൻ്റെ ഇതുമൊക്കെ, അതായത് 1 മിനിറ്റിൽ 65 ബുള്ളറ്റ് പോവും. അതായത് ഓരോ സെക്കൻഡിൽ ഓരോ ബുള്ളറ്റ് വെച്ച് പോവും ഇതിനകത്ത്. ഓരോ സെക്കൻഡിൽ ഓരോ ബുള്ളറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കെ, 1 മിനിറ്റിൽ 65 ബുള്ളറ്റ് പോകുന്ന സാധനമായി കിടക്കുന്ന. പിന്നെ അടുത്ത ടാങ്കർ, മറ്റേ കൊരിക്കൊണ്ട് പോകുന്ന ടാങ്കർ, JCB കണക്ക് ഇരിക്കുന്ന. പിന്നെ വേറൊരു സാധനം കിടക്കുന്നത്, അയ്യോ, മറ്റേ GTA കാണുന്ന
ഗെയിമിൻ്റെ പേര് മറന്നുപോയി. ഇതൊക്കെ ഗെയിമിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ, അതാ രസം. ഇതൊക്കെ നമ്മൾ ഗെയിമിലും GTA-യിലും മറ്റേ സാൻ ആൻഡ്രിയാസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ സാധനം. ഇതിനും ഓൾമോസ്റ്റ് 2000 കിലോ ഉണ്ട്. മാക്സിമം റേഞ്ച് 11 കിലോമീറ്ററോ? 11.5 കിലോമീറ്റർ പോകുന്ന സാധനമാണ് ഈ കിടക്കുന്നത്. അന്നത്തെ ടയർ തന്നെ കേട്ടോ. നമുക്ക് 965 ടയർ. ഇത് പിടിച്ച് കറക്കി നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ സീനാക്കുമെന്ന് തോന്നുന്നതുകൊണ്ടാണ് പേടി. വേറൊരു സാധനം എന്താ കിടക്കുന്നു. 14 കിലോമീറ്റർ. ഇതിൻ്റെ റേഞ്ച് തന്നെ ഇത് ഒരൊറ്റ വെടി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 14-15 കിലോമീറ്റർ അപ്പുറത്തോ സാധനം വീഴുന്ന കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ 14 കിലോമീറ്റർ ഈ ചെറിയതിൽ നിന്ന് വീഴുമെങ്കിൽ ഇതാ ഈ കിടക്കുന്നതിൻ്റെ ബാരലിൻ്റെ നീളമൊക്കെ ഇത് എത്ര ദൂരമായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ അവിടെ ആരോ ഫോട്ടോ എടുക്കുന്നത്, അതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം, എന്ത് സംഭവം നോക്കാം. മാക്സിമം റേഞ്ച് മോനെ 32,600 മീറ്റർ. അയ്യോ, 33,000 ഓൾമോസ്റ്റ് 33,000 മീറ്റർ പോകുന്ന ടാങ്കറാണ് ഈ കാണുന്നത്. അയ്യോ, പിന്നെ മറ്റേ ഇതെന്ത് സംഭവം മനസ്സിലായേ? ഇതിവരെങ്ങനെ ഫയർ ചെയ്യുന്നറിയോ? ഇത് ഒരു ടണലിൻ്റെ അകത്ത് കയറിയിരുന്നിട്ടാണ് ഇത് ഫയർ ചെയ്യുന്നത്, ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇത് എന്താ തന്നെ പറയുന്നത് എനിക്കറിയത്തില്ല. ഒരു കുഴി കുഴിച്ച് അതിൻ്റെ അകത്തിരുന്നിട്ട് ഇത് വെച്ചിട്ട് അകത്തിരുന്നാണ് ഫയർ ചെയ്യുന്നത്. അങ്ങനെയും ഫയർ ചെയ്യാം. അടുത്തതായിരിക്കുന്നു ഇവിടെ വെച്ചേക്കുന്നത്, മടക്കിയൊക്കെ വെച്ചേക്കുന്നു. അയ്യോ, മറ്റേ ഇത് ടാങ്കറിൻ്റെ മേളിലിരിക്കുന്ന സാധനമല്ലേ അതോ? ആർക്കറിയാം. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതാണ് നമ്മുടെ പെരിയമ്മയുടെ വേറൊരു സാധനം എന്തായിരിക്കുന്നു. ഇതിൻ്റെ ഹാൻഡിലൊക്കെ നോക്കേ. ഹാൻഡിലുണ്ടോ? ഹാൻഡിൽ നമ്മളെ സൈക്കിളിൻ്റെ ബ്രേക്ക് പോലെ അല്ലേ ഹാൻഡിൽ. ഇതിലേക്കൂടെ എയിം ചെയ്ത് നോക്കേ. എയിം ചെയ്യുന്ന സ്ഥലം കണ്ടോ? എയിം ചെയ്യുന്ന സ്ഥലമാണേ. ഇതിൽ കൂടെ എയിം ചെയ്ത് തൂ. അയ്യോ, ഇതൊക്കെ എഴുതിയേക്കുന്നത് അതിനകത്ത്. നല്ല ഹെവി മെറ്റലാണ് കേട്ടോ ഇത്. ഇതിനാണ് ഗൺ മെറ്റൽ എന്ന് പറയുന്നല്ലേ. റൊട്ടേറ്റ് ചെയ്ത് സാധനം വെച്ച് അടിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല, എന്താ സംഭവം. റീകോയിൽലെസ് റൈഫിൾ. ഇതിന് റീകോയിൽ ഇല്ല കേട്ടോ അകത്ത്. അതായത് റീകോയിൽ എഫക്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. റീകോയിൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫയർ ചെയ്യുമ്പം നമ്മളെ സെയിം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയത്തില്ല. റീകോയിൽലെസ് റൈഫിളാണത്. റീകോയിൽ ഇല്ലാതെ ബുള്ളറ്റ് അങ്ങോട്ട് അകത്തോട്ട് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് ഭും 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 എന്ന് പറഞ്ഞിങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുന്ന സാധനമാണിത്. എന്തായാലും ഞാൻ കറക്റ്റ് സ്ഥലത്താണ് വന്ന് എത്തിയത്, അതുകൊള്ളാം. ടാങ്കറുകളുടെ ബഹളം. ഒരു ബോട്ട് കണ്ട കടലിലിരുന്നുകൊണ്ട് അതിൻ്റെ സീറ്റുമൊക്കെ. ഇതാണ് മെഷീൻ ഗൺ. ഇത് ഏത് ഗണ്ണാണെന്ന് അറിയാൻ വയ്യ, നോക്കട്ടെ. കൊച്ചു ഗണ്ണാണ് കേട്ടോ. കൊച്ചു ഗൺ മീൻസ് ഇതിൻ്റെ ബാരലിൻ്റെ ഇത് കണ്ടോ, ചെറുതാണ്. ആഹാ, അടിപൊളി ഒരു മെഷീൻ ഗൺ. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഈ ഒരു ഏരിയ എന്താ മനസ്സിലായി? ഈ ഏരിയയിലാണ് ബുള്ളറ്റ് ഇങ്ങനെ ഇടുന്നത്. ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നേരെ നൂത്തൊക്കെ വെച്ചിട്ട് ഫയർ ചെയ്യാം. പിന്നെ അതാണ്ട് ഇതിൻ്റെ ഹുക്ക് തന്നെ, ലോക്ക്. ദൈസാന ഇതാണ് അതിൻ്റെ എന്താ പറയുക, ഹാൻഡിലും ഒക്കെ. അതിൻ്റെ ഹാൻഡിൽ ഇവിടാണ്. ഓ, നൈസ്. ഇതാണ് ഈ കൂട്ടത്തിലെ ജിമിട്ട് കേട്ടോ. ജിമിട്ടായിട്ട്, അതായത് ഏറ്റവും വലിയ ബാരലുള്ള സാധനം. ഇത് ഏകദേശം ഇതിനകത്തുനിന്ന് ഒരൊറ്റ ഫയർ ചെയ്താൽ ഏകദേശം 30 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും പോയി വീഴുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് എന്തായാലും മനുഷ്യനെ രക്ഷിക്കാനുള്ള സാധനമൊന്നുമല്ലല്ലോ ഇത്. ഇതൊക്കെ വെച്ച് വന്ന അടുത്ത് ക്ലോസ് റേഞ്ചിലൊക്കെ കിട്ടുന്നവന്മാരുടെ അവസ്ഥ ആലോചിച്ചൊക്കെ. ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കും. ഇവിടെ ഇങ്ങനെ US ആർമിയുടെ സുനാപ്പികളെല്ലാം കൂടെ. ഓക്കെ. പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബാരലുള്ളത് ഇതും, ചെറിയ ബാരൽ ബട്ട് ബിഗ്ഗർ സൈസിലുള്ള ഒരു ഹെവി സാധനമാണിത്. പിന്നെ ഈ ഹെലികോപ്റ്ററിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഹെവി ലിഫ്റ്റൊക്കെ ചെയ്യുന്ന ഹെലികോപ്റ്ററാണ്. വലിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് പൊക്കിക്കൊണ്ടങ്ങ് പോകാൻ പറ്റും. അടിയിൽ എന്തോ ഒരു സാധനം ഇടും. അത് അടിയിലുണ്ടോയെന്ന് അറിയാൻ വയ്യ. എന്തോ ഒരു സാധനം അടിയിൽ വെച്ചിട്ടെ ഇത് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഇത് ഹെവി ലിഫ്റ്റിംഗ് ഹെലികോപ്റ്ററാണിത്. US ആർമിയുടെ ഹെവി ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇപ്പോഴും ആർമിയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും നിലവിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 50 കിലോമീറ്ററൊക്കെ സ്പീഡിൽ ഉള്ളു. 50 ഇല്ലേ അല്ലേ? ഇത്രയും വലിയ സാധനം 50 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്നു വെച്ചാൽ അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഈ വിശാലമായ ദൃശ്യം ഒന്ന് കാണാം. US ആർമിയുടെ ഹെലികോപ്റ്റേഴ്സ്, ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ,
അവരുപേക്ഷിച്ചിട്ട് പോയതും വിയറ്റ്നാം ആർമി വെടിവെച്ചിട്ടതുമായിട്ടുള്ള പല പല സാധനങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറി പോകുമ്പം അകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമുക്ക് നേരെ അകത്തോട്ട് പോയി നോക്കാം എന്താ സംഭവമുള്ളത് നോക്കാം. ഒരു മിസൈലൊക്കെ അവിടെ തൂക്കിയിട്ടേക്കുന്നു. പിന്നെ വാർ മ്യൂസിയത്തിൽ പിന്നെ മിസൈൽ തൂക്കിയിടാതെ നോക്കട്ടെ. അതായിരിക്കുന്ന മിസൈലാണോ അത് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണോ? എടാ മിസൈലാടാ മോനെ, മിസൈൽ കാറ്റത്ത് കിടന്ന് ആടുന്നു. പണ്ടൊരു കാലത്ത് ഒരുപാട് പേരെ പേടിപ്പിച്ച സാധനമായിരിക്കുന്നത്. എന്താ സൗണ്ട്? ഇവിടുന്ന് സൗണ്ട് വന്നു. അവർ അടുത്ത ബോംബ് പോലെ വന്ന് വീഴയാണ്. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി സൗണ്ടൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കോ മിസൈലിലൂടെ. ഓക്കെ, പുല്ലിരിക്കുന്നുണ്ട്, അതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ലേസർ ബോംബാട്ടോ ഇരിക്കുന്നത്. ഇതെല്ലാം ബോംബുകളാണ്. ഈ സാധനമാണ് മറ്റേ ഫ്ലൈറ്റിൻ്റെ മേളിൽ നിന്നൊക്കെ മറ്റേ ഇതിൻ്റെ പിറത്തിനൊക്കെ കൊണ്ട് താഴെ ഇടുന്നത്. ഇതായിരിക്കുന്നുണ്ടോ? ഇതൊന്നും കണ്ട് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇന്നും ഗസയിലും ഫലസ്തീനിലുമൊക്കെ ഈ സാധനങ്ങൾ വീണുകൊണ്ടിരിക്കുക. നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം മൗനം പാലിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പം ഇതൊക്കെ 1965 വീണിട്ടുള്ള സാധനം ഇത്രയും ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഗസയുടെയും ഫലസ്തീൻ്റെയൊക്കെ ആ അവസ്ഥ എന്താ? അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇത്രയും കാണുമ്പോഴേ. അവിടുത്തെ പാവം. നമ്മൾ ആ വിഷയത്തിലോട്ട് കടക്കുന്നില്ല, ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ആ വിഷയത്തിലോട്ട് ഒരു ദിവസം കടക്കും. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ സുവനീർ ഷോപ്പുകളും കടകളും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ. നമുക്കിവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാം. ഇപ്പോൾ ഫോട്ടോസൊക്കെ മേടിക്കാം. ഒരുപാട് സുവനീർസ് മേടിക്കും. വിയറ്റ്നാം ആർമിയെ കണ്ടോ? വിയറ്റ്നാം ആർമിയിലെ മെഡിക്കൽ ടീമാണ് ഈ കാണുന്നത്. ഓക്കെ, ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ സ്ഥലമാണിത്. ലക്ഷക്കണക്കിന് ജനങ്ങളെ. ഒരു കുട്ടി ടാങ്കർ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ ടാങ്കർ എന്താ സംഭവം നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ കിടക്കുന്ന എന്താണത്? ക്യാപ്പ്, ഷൂസ്, അതെല്ലാം ആർമിയുടേത്. വയർലെസ് കണക്റ്റർ, വയർലെസ് റേഡിയോ, ടെലിഫോൺ, ഡ്രസ്സ്, ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ. അതാണ് ഇവിടെ. ഇത് നമ്മുടെ വിയറ്റ്നാം ആർമിയുടെയാണ് ഈ കാണുന്നത്. അതാണ് ഇവിടെ ടച്ച് ചെയ്യലെന്ന് എഴുതിച്ചിരിക്കുന്നത്. ഇതെല്ലാം ആർമി യൂസ് ചെയ്ത സാധനങ്ങളാണ്. അന്നത്തെ കാലത്ത് ആർമി യൂസ് ചെയ്ത സാധനങ്ങളാണ്. ഇത് ആർമി യൂസ് ചെയ്തിരുന്ന ടെലിഫോൺ കണ്ടോ നിങ്ങൾ? അതെ, അന്നത്തെ കാലത്ത് ആർമി യൂസ് ചെയ്ത ടെലിഫോണാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ആർമിയുടെ ഷൂ നോക്കേ. അന്നത്തെ ആർമി യൂസ് ചെയ്തിരുന്ന ഹെൽമെറ്റ്, അവരുടെ ക്യാപ്പ്, ഡ്രസ്സ്. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവരുടെ മീറ്റിങ്ങുകളും അവർ കൂടിയ ഉച്ചകോടികൾ, അന്നത്തെ ജനങ്ങളുടെ വാറിന് ശേഷമുള്ള ജനങ്ങളുടെ ആഘോഷം. ഇതുണ്ടോ? ജനങ്ങളൊക്കെ സന്തോഷിച്ച് ചിരിക്കുന്നുണ്ടോ? വാർ ജയിച്ച്, അതായത് വിയറ്റ്നാം ഫ്രീ ആയതിനു ശേഷം ഉള്ള സംഗതികളാണ് ഈ കാണുന്ന ഈ സൈഡിൽ. സൈഗോൺ, ദ ജോയ് ഓഫ് റീയൂണിഫിക്കേഷൻ ഡേ. നമ്മൾ പറഞ്ഞ സംഭവം തന്നെ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ബ്രീഫായിട്ട് ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. പണ്ട് ഈ വിയറ്റ്നാം എന്ന് പറയുന്നത് നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും എന്ന് പറഞ്ഞ രണ്ട് വിയറ്റ്നാമായിരുന്നു. ഇപ്പോഴത്തെ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അല്ലെങ്കിലും അതുപോലെയൊക്കെ തന്നെ ഏകദേശം. അപ്പോൾ ഈ നോർത്ത് വിയറ്റ്നാമിയും സൗത്ത് വിയറ്റ്നാം കംപ്ലീറ്റ് അമേരിക്കയുടെ കയ്യിലായിരുന്നു. അമേരിക്കൻ അധിനിവേശമൊക്കെ ആയിരുന്നു. അതിന് മുമ്പ് ഫ്രഞ്ച് അധിനിവേശ കോളനിയായിരുന്നു ഈ വിയറ്റ്നാം. അപ്പം ഈ നോർത്തും സൗത്തും കൂടെ ഒരുമിപ്പിക്കാൻ അവസാനം ഇവർ ഈ വാറിന് ശേഷം തീരുമാനിച്ചു. അതിനുശേഷം അമേരിക്ക പ്രശ്നം ഉണ്ടാക്കി. അമേരിക്ക ഒരു രാജ്യത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ അവസാനം ഇവർ വാറിൽ ജയിച്ചു. പിന്നെ ക്യൂച്ചി ടണൽ സംബന്ധിച്ച് അവിടെ കടന്ന് ഇവർ ഗറില്ല യുദ്ധങ്ങൾ, ഒളിപ്പോരുകൾ നടത്തി. മറ്റേ ബങ്കർ 200 കിലോമീറ്ററോളം തുരങ്കങ്ങൾ നിർമ്മിച്ച് യുദ്ധം നടത്തി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഭയങ്കര ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് ഈ സ്ഥലം. എല്ലാം അന്നത്തെ കാലത്ത് ഇവിടുന്ന് കണ്ടെടുത്തതും ഇവിടുന്ന് പൊട്ടാതെ പോയതൊക്കെ ആയിട്ടുള്ള ബോംബുകളും ഷെല്ലുകളും ഒക്കെയാണ്. ഈ കാണുന്നുണ്ട്. ഇതൊരു 6 ബാരൽ ഓട്ടോമാറ്റിക് റൈഫിളിൻ്റെ ഇതാണ് കേട്ടോ, അവശിഷ്ടമാണ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ കിലോമീറ്ററുകളോളം ഇതിൻ്റെ റേഞ്ചുണ്ട്. ഈ കാണുന്ന ഇതിൻ്റെയും മിസൈൽസിൻ്റെ കാര്യം വിട്. ഈ റൈഫിൾ എന്നൊക്കെ പറഞ്ഞാൽ കിലോമീറ്ററുകളോളം റേഞ്ചിലാണ് ഈ സാധനം ഫയർ ചെയ്യുന്നത്. ഒരു നോർമൽ തോക്കിൽ തന്നെ ഒരു 200 മീറ്റർ റേഞ്ച് പോകും. 200 മീറ്റർ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പോകുന്നത് കിലോമീറ്ററുകളോളം ഈ സാധനം സഞ്ചരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഒരു പുള്ളിക്കാരൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. സൈഗോൺ റിവറിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഓക്കെ പോയിട്ട് വരാം. വാർ മ്യൂസിയത്തിൽ ചാർജ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. വാർ മ്യൂസിയത്തിലെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 40,000 വിയറ്റ്നാമി ഡോങ് ആണ് കേട്ടോ. ഒരാൾക്ക് 40,000 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം 150 രൂപ സംതിങ് അത്രയൊക്കെ വരത്തുള്ളൂ. ഒരാളുടെ റേറ്റാണ് പറഞ്ഞത്. ഈ കാണുന്ന ഇവിടുത്തെ ഒരു ചർച്ചാണ് കേട്ടോ. ഇത് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ ചർച്ചിന് ഓപ്പോസിറ്റായിട്ട് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഓപ്പോസിറ്റ് അല്ല, സോറി, ഇത് ആ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ വാർ മ്യൂസിയത്തിൽ വന്നാൽ ഈ കാണുന്ന പോസ്റ്റ് ഓഫീസാണ്. പോസ്റ്റ് ഓഫീസ്, അതിൻ്റെ ബാക്കിലായിട്ട് വരും വിയറ്റ്നാം ബുക്ക് സ്ട്രീറ്റ്. അപ്പം ബുക്ക് സ്ട്രീറ്റ്, ഇവിടുത്തെ ചർച്ച്, പിന്നെ ഈ ഭാഗത്താണ് നമ്മുടെ നേരത്തെ കണ്ട വാർ മ്യൂസിയം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് നടന്ന് കാണണമെങ്കിൽ ഈ വാർ മ്യൂസിയത്തിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ ചർച്ചിലോ ഒക്കെ വന്നാലും മതി. അപ്പോൾ നമുക്ക് ഇവിടെല്ലാം കണ്ടിട്ട് കറങ്ങിയിട്ട് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാം, ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. ഇവിടുത്തെ റോഡൊക്കെ നോക്കേ, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. നമ്മുടെ നാട്ടിലെ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ പറ്റി പറയുന്നത് എന്തൊക്കെയാണ്, പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്കതിൻ്റെ ഒരു ചിന്താഗതി മൊത്തത്തിൽ മാറും കേട്ടോ. പക്ഷേ ഇച്ചിരി പതുക്കെയാണ് പോകുന്ന കേട്ടോ. ഞാൻ മേടിച്ച് ഓടിച്ചാൽ മതിയായിരുന്നു. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഞാൻ ഓടിക്കട്ടെ. ഐ ഡ്രൈവ് ഓക്കെ. ചിരിക്കുന്നത് അബദ്ധമായി പോയി. ഇയാളുടെ കയറിയത് കേട്ടോ. ഇയാൾ എഴഞ്ഞെഴഞ്ഞ് പോവുക. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ സൂര്യനൊക്കെ അസ്തമിക്കും. ഞാനിങ്ങനെ പതുക്കെ ബാക്കിയിരിക്കുക. എന്താ ചെയ്യാനാന്ന് പറ നോക്കേ. ഇയാൾ എന്നെ കൺവിൻസ് ചെയ്ത് വണ്ടിയിൽ കയറ്റിയതാണ്. വലിയ റേറ്റും പറഞ്ഞില്ല. അപ്പം ഞാൻ കരുതി എന്തായാലും ഇവിടുന്ന് പോകുമല്ലോ, അപ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട റിവറൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, വെറുതെ ലൊക്കേഷൻ ഇട്ട് അവിടം വരെ പോയി അവിടുന്ന് അടുത്ത ടാക്സി വിളിച്ച് വരണ്ട എന്ന് കരുതിയ വണ്ടിയിൽ കയറിയത്. പക്ഷേ ആശാൻ വെറും പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നു. സ്പീഡ് ഗോ ഒന്ന് പെട്ടെന്ന് പോവാണ്ണ. സൈഗോൺ റിവർ ഹിയർ, വെരി നൈസ്. നമുക്ക് നേരെ സൈഗോൺ റിവറിൽ ഡോണ്ട് ഗോ ഓക്കെ. ജസ്റ്റ് എ സെക്കൻഡ് ഓക്കെ. ഇതിൻ്റെ ബാക്കിൽ വേറൊരു ബിൽഡിംഗ് ഉണ്ട്. ഇല്ല കാണുന്ന ബിൽഡിംഗ് ഉണ്ട്. അത് ഫ്ലൈറ്റിൽ നിന്ന് കണ്ടപ്പോഴേ ബുർജ് ഖലീഫ പോലെ തോന്നി. ഈ കള്ളക്കിളവരാണെങ്കിൽ എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ കുറച്ച് 500 രൂപയായി. ഈ പുള്ളി സ്ഥലങ്ങൾ കാണിക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. ഏതൊക്കെയോ സ്ഥലത്ത് ഇടവഴി കൂടെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് സൂപ്പർ എന്ന് പറഞ്ഞു. I didn't see the river. Where is the river? River to Ho Chi Minh. We went only one place, right? Oh, river. I go round. How much you need? This is enough for you. See? This is enough, okay? This is enough. You told me 200. What? Cheaper. What cheaper? Only one place. No, nothing. You go very slowly. Don't tell because I'm... Okay. Okay. Don't cheat anyone like this, okay? Bye. പണി കിട്ടി പറ്റിച്ച് നമ്മളെ. കിളവനല്ലേ, പോട്ട് പാവമല്ലേ, ഒരു വയസ്സെന്ന ആൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി തല വെച്ച് കൊടുത്തതാണ്. ചെന്നപ്പം ഇയാളുടെ സ്വഭാവം മാറി. എൻ്റെ അടുത്ത് അത് കാണിച്ചുതരാം ഇത് കാണിച്ചുതരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. വലിയ റേറ്റില്ല, എന്നാലും കള്ളത്തരം പറഞ്ഞ് വണ്ടി കയറ്റി പൊക്കോണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ വന്ന സ്ഥലത്തൂടെ തന്നെ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി. ഞാനിവിടെയൊക്കെ ഓൾറെഡി കറങ്ങിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു എവിടെയൊക്കെ എന്തൊക്കെ സംഭവമുള്ളത്. അപ്പം റിവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പോയി. റിവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പാലത്തിൻ്റെ മേളിൽ കയറി എന്നിട്ട് കാണിച്ചത് ഈ കാണുന്നതാണ് റിവറിന്ന്. എന്താ പറയാനാന്ന് പറ. അവസാനം 500 രൂപ, നാട്ടിൽ 500-550 രൂപ പോയി, വെറുതെ പോയി. ആ പൈസയ്ക്ക് 2 നേരം ഫുഡ് കഴിക്കായിരുന്നു ഇവിടെ. ശേ, ഓരോരുത്തന്മാരറിയാം. അപ്പോൾ ഇതൊരു പാഠമാണ് കേട്ടോ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതല്ലേ സത്യത്തിൽ. പക്ഷേ ഇയാളെന്ന് പറഞ്ഞ് ഇയാൾ പ്രായം ചെന്നതല്ലേ, എനിക്ക് പൈസ ഒന്നും കിട്ടിയില്ല, വലിയ ബുദ്ധിമുട്ടില്ല, മക്കളുണ്ട് അങ്ങനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വണ്ടി കയറ്റി. അയാൾക്കറിയാം അയാൾ കാണിച്ചത് മറ്റൊരു പരിപാടിയാണ്. സാരമില്ല, പോട്ടെ. പിന്നെന്താ പറയാൻ, ഇനിയിപ്പം വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയത് പോയി. നമ്മളിപ്പോൾ മറ്റേ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ വീഡിയോസിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല കേട്ടോ. ഒരുപാട് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ആരും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. നമ്മൾ ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നേരെ പോകുന്നത് ഹനോയിലേക്ക്. നാളെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഹനോയ് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ദൃശ്യങ്ങളും വാർ മ്യൂസിയമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം, ബൈ.